ഒരു 4 സ്ട്രാറ്റജികൾ പറയാം നിങ്ങൾക്ക് ഈ സ്പിൻ സെല്ലിങ്ങിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. ആദ്യത്തെയാണ് ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു സെയിൽസ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് ആ പ്രോസ്പെക്റ്റ് അയാളെക്കുറിച്ചും അയാളുടെ നീഡിനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട പല ചോദ്യങ്ങളും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങളുടെ ഇൻഡസ്ട്രി അനുസരിച്ചിട്ട് മാറാം, നിങ്ങളുടെ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട് മാറാം. മിനിമം ഒരു 10 ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ 10 ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് 5 or 6 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ആ പ്രോസ്പെക്റ്റിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരിക്കലും ആ കോൺവെർസേഷൻ നിങ്ങൾ ഡോമിനേറ്റ് ചെയ്യില്ല. യു ഷുഡ് ബി ഓൺലി എ ഫെസിലിറ്റേറ്റർ. ചോദ്യം ചോദിക്കലാണ് നിങ്ങളുടെ പണി. നല്ല ചോദ്യങ്ങൾ ചോദിക്കുക, പ്രോസ്പെക്റ്റിനെ കൊണ്ട് മാക്സിമം സംസാരിപ്പിക്കുക. അതാണ് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള സെയിൽസ്മാൻ ചെയ്യുന്നത്. സെയിൽസിൻ്റെ ഒരു ബേസിക് റൂൾ ഉണ്ട്. എന്താണത്? ഹൂ ടോക്സ് മോർ ഗെറ്റ് ക്ലോസ് ഫസ്റ്റ്. നിങ്ങളുടെ ഈ കോൺവെർസേഷനിൽ നിങ്ങളാണ് കൂടുതൽ സംസാരിക്കണമെങ്കിൽ ആര് ക്ലോസ് ആവും? നിങ്ങൾ ക്ലോസ് ആവും. നിങ്ങൾ ക്ലോസ് ആവുമെന്ന് വെച്ചാൽ എന്താണ്? സെയിൽ ക്ലോസ് ആവില്ല. അപ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്? നമ്മൾ ചോദ്യം ചോദിക്കാൻ മാത്രമേ പാടുള്ളൂ. ഒരിക്കലും ആ കോൺവെർസേഷൻ നമ്മൾ ഡോമിനേറ്റ് ചെയ്യില്ല. പ്രോസ്പെക്റ്റ് ആയിരിക്കണം ആ കോൺവെർസേഷൻ ഡോമിനേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് രണ്ടാമത്തെ മെയിൻ സ്ട്രാറ്റജി. മൂന്നാമത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് ക്രാം ടു മെനി ക്വസ്റ്റ്യൻസ് ഇൻ ടു വൺ കോൾ. വളരെ കുറച്ച് ചോദ്യങ്ങൾ, പക്ഷേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ആ പ്രോസ്പെക്റ്റ് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ അതിനെ മാക്സിമം ഡിഗ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ പൂർണ്ണമായ വ്യക്തമായ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം അടുത്തൊരു സബ്ജക്റ്റിലേക്ക് പോകാനായിട്ട് നോക്കുക. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ലെസ് നമ്പർ ഓഫ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒരു സെയിൽസ്മാന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. നാലാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ബിഫോർ യു എൻഗേജ്. അതായത് നിങ്ങൾ ഈ പ്രോസ്പെക്റ്റിനെ കാണാൻ പോകുന്നതിന് മുമ്പ് വളരെ വ്യക്തമായി സസ്പെക്റ്റിംഗ് ചെയ്തിരിക്കണം. എന്താണ് ഈ പ്രോസ്പെക്ട് ചെയ്യുന്നത്, എന്താണ് അയാളുടെ ബിസിനസ്, അയാളുടെ ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ അവസ്ഥ എന്താണ്, അങ്ങനെ എന്തൊക്കെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കേട്ടാൻ പറ്റുമോ അതെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം യു ഷുഡ് മേക്ക് എ ക്വസ്റ്റ്യനെയർ. എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്, പോസിബിൾ ആൻസേഴ്സ് എന്തൊക്കെയായിരിക്കും, അങ്ങനെ ഒരു മെൻ്റൽ കാൽക്കുലേഷൻസും എല്ലാം ചെയ്തിട്ട് വേണം നിങ്ങൾ ആ പ്രോസ്പെക്റ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ സെയിൽസ് പിച്ച് സക്സസ്ഫുൾ ആയിരിക്കും.